This lecture is about network layer services. So network layer in the main responsibility എന്ന് പറയുന്നത് എന്താണ്? Host to host delivery of datagrams. അതായത് സെൻഡിങ് ഹോസ്റ്റ് സെൻഡർ അല്ലെങ്കിൽ സോഴ്സ് ഹോസ്റ്റ് നിന്ന് സെൻഡ് ചെയ്യുന്ന ഡേറ്റാഗ്രാംസ് അല്ലെങ്കിൽ പാക്കറ്റ്സിന് കറക്റ്റ് ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ആരുടെ മെയിൻ ഫംഗ്ഷൻ? നെറ്റ്വർക്ക് ലെയറിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി. ഇൻ ബിറ്റ്വീൻ ഡിഫറെന്റ് പാത്ത്സ് അല്ലെങ്കിൽ റൂട്ട്സ് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നിന്ന് ബെസ്റ്റ് റൂട്ട് കണ്ടുപിടിച്ച് എവിടെ ഫൈനലി കൊണ്ടെത്തിക്കണം? ഡെസ്റ്റിനേഷൻ ഹോസ്റ്റിൽ ഫൈനലി കൊണ്ടെത്തിക്കണം. So the main responsibility is host to host delivery of datagrams. അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതുപോലുള്ള ഡിഫറെന്റ് നെറ്റ്വർക്സിന് കണക്റ്റിംഗ് ഡിവൈസസ് വഴി കണക്ട് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ഇത് ഇന്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ്. അപ്പൊ ഇന്റർനെറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ലാൻസ് ആൻഡ് വാൻസ്. ഇതുപോലെ ലോക്കൽ ഏരിയ നെറ്റ്വർക്സും വൈഡ് ഏരിയ നെറ്റ്വർക്സും ഒക്കെ കണക്റ്റിംഗ് ഡിവൈസസ് വഴി, കണക്റ്റിംഗ് ഡിവൈസസ് പറയുമ്പോൾ സ്വിച്ചസോ റൗട്ടേഴ്സോ അങ്ങനെ കണക്റ്റിംഗ് ഡിവൈസസ് വഴി ഈ ഡിഫറെന്റ് നെറ്റ്വർക്സ് എല്ലാം ഇന്റർ കണക്ട് ചെയ്താണ് എന്ത് ഫോം ചെയ്തിരിക്കുന്നത്? ഇന്റർ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോ ഇവിടുത്തെ കേസിലാണെങ്കിൽ ഇപ്പൊ ആലിസ് ആണ് നമ്മൾ എന്തായിട്ട് കാണിച്ചിരിക്കുന്നത്? നമ്മളുടെ സെൻഡിങ് ഹോസ്റ്റ്, ബോബ് ആണ് എന്ത്? റിസീവിംഗ് ഹോസ്റ്റ്. ഈ സെൻഡിങ് ഹോസ്റ്റ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്, ബോബ് ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആണ്. ഈ കാണിച്ചിരിക്കുന്നത് ഇത് ലാൻ സ്വിച്ചസ് ആണ്, ഇത് രണ്ടും. ഇവിടെ കാണിച്ചിരിക്കുന്ന വൈഡ് ഏരിയ നെറ്റ്വർക്കിലുള്ള വാൻ സ്വിച്ചസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ റൗട്ടേഴ്സ് കാണിച്ചിട്ടുണ്ട്, ഈ നെറ്റ്വർക്സിനെ തമ്മിൽ ഇന്റർ കണക്ട് ചെയ്യുന്ന റൗട്ടേഴ്സും കാണിച്ചിട്ടുണ്ട്. അപ്പോ ഒരു ഇപ്പൊ ആലിസ് സെൻഡ് ചെയ്യുന്ന ഡേറ്റ, അപ്പൊ ആലിസ് സെൻഡ് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുമ്പോൾ എവിടെ എത്തണം? ഫൈനലി ഇവിടെ ബോബിൽ എത്തണം. സോ സെൻഡ് ചെയ്യുന്ന ഡേറ്റ ഇൻ ബിറ്റ്വീൻ നോക്കിയാൽ തന്നെ നമുക്ക് ഡിഫറെന്റ് പാത്ത്സ് അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? നെറ്റ്വർക്ക് ലെയറിന്റെ ഫംഗ്ഷൻ. അപ്പോ ഈ ട്രാൻസ്പോർട്ട് ലെയർ എന്ത് കൊടുക്കും? ട്രാൻസ്പോർട്ട് ലെയർ ആണ് ആർക്ക് കൊടുക്കും? നെറ്റ്വർക്ക് ലെയറിന് പാക്കറ്റിന് കൊടുക്കും. സോ നെറ്റ്വർക്ക് ലെയർ അതിന് ഒരു ഡേറ്റാഗ്രാമിലോട്ട് അതിന്റെ ഒരു ഹെഡർ അറ്റാച്ച് ചെയ്ത് ഈ പറയുന്ന ഡെസ്റ്റിനേഷൻ അഡ്രസ്സും സോഴ്സ് അഡ്രസ്സും ഒക്കെ അറ്റാച്ച് ചെയ്ത് നെറ്റ്വർക്ക് ലെയർ അതിന്റെ ഒരു ഡേറ്റാഗ്രാമിലോട്ട് എൻകാപ്സുലേറ്റ് ചെയ്യും. എന്നിട്ട് ആർക്ക് കൊടുക്കും? ഡേറ്റാ ലിങ്ക് ലെയറിന് കൊടുക്കും. ഡേറ്റാ ലിങ്ക് ലെയർ അതിന് ഫിസിക്കൽ ലെയർ വഴി എന്ത് ചെയ്യുന്നു? ഫൈനലി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് ഫൈനലി റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ സൈഡിൽ ഡേറ്റാ ലിങ്ക് ലെയർ ഈ ഡേറ്റാഗ്രാമിന് ആർക്ക് കൊടുക്കും? തിരിച്ചു വീണ്ടും നെറ്റ്വർക്ക് ലെയറിന് കൊടുക്കും. നെറ്റ്വർക്ക് ലെയർ ഇതിലുള്ള ഡേറ്റാഗ്രാമിന് ഡീകാപ്സുലേറ്റ് ചെയ്യും. ഡീകാപ്സുലേറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കും? ട്രാൻസ്പോർട്ട് ലെയറിന് കൊടുക്കും. സോ ഇവിടെ സെൻഡിങ് ഹോസ്റ്റിലും റിസീവിംഗ് ഹോസ്റ്റിലും, അതായത് എൻ സിസ്റ്റംസിലാണ് ബാക്കി ലെയേഴ്സ് എല്ലാം ഡിഫൈൻഡ് ആയിട്ടുള്ളത്. ആപ്ലിക്കേഷൻ ലെയർ, ട്രാൻസ്പോർട്ട് ലെയർ, നെറ്റ്വർക്ക് ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. ഇൻ ബിറ്റ്വീൻ ഉള്ള റൗട്ടേഴ്സിൽ ഏതൊക്കെ ലെയേഴ്സ് മാത്രമേ ഉള്ളൂ? നെറ്റ്വർക്ക് ലെയർ, ഡേറ്റാ ലിങ്ക് ലെയർ, ഫിസിക്കൽ ലെയർ. റൗട്ടിംഗ് മാത്രമേ അവർ ചെയ്യുന്നുള്ളെങ്കിൽ ആ പറയുന്ന റൗട്ടേഴ്സിൽ ആര് മാത്രം മതി? നെറ്റ്വർക്ക് ലെയറും ഡേറ്റാ ലിങ്ക് ലെയറും ഫിസിക്കൽ ലെയറും മാത്രം വരും. എൻ സിസ്റ്റംസിൽ സോഴ്സിലും ഡെസ്റ്റിനേഷനിലും മാത്രം ആപ്ലിക്കേഷൻ ലെയറും ആരും വരുന്നു? ട്രാൻസ്പോർട്ട് ലെയറും വരുന്നു. നെറ്റ്വർക്ക് ലെയറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ്? പാക്കറ്റൈസിംഗ് ആണ്. പാക്കറ്റൈസിംഗ് എന്ന് പറയുമ്പോൾ അപ്പർ ലെയർ, അതായത് ട്രാൻസ്പോർട്ട് ലെയർ കൊടുക്കുന്ന ഡേറ്റ അല്ലെങ്കിൽ എന്ത് പറയാം? പേലോഡ്. ഡേറ്റ ഓർ പേലോഡ് എന്ന് പറയാം. ആ ഡേറ്റനെ നെറ്റ്വർക്ക് ലെയർ റിസീവ് ചെയ്തിട്ട് നെറ്റ്വർക്ക് ലെയർ അതിന് ഒരു നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിലോട്ട് എൻകാപ്സുലേറ്റ് ചെയ്യും സെൻഡർ സൈഡിൽ. ഇതുപോലെ തന്നെ റിസീവിംഗ് സൈഡിൽ എന്ത് ചെയ്യണം? ഈ വരുന്ന പാക്കറ്റ്, ഈ നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിൽ നിന്ന് വീണ്ടും ഒറിജിനൽ ഡേറ്റനെ അല്ലെങ്കിൽ പേലോഡിന് ആർക്ക് തിരിച്ചു കൊടുക്കണം? റിസീവിംഗ് സൈഡിലുള്ള അപ്പർ ലെയറിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ലെയറിന് കൊടുക്കണം. സോ ഇത് രണ്ടും കൂടെ ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്? പാക്കറ്റൈസിംഗ് എന്ന് പറയുന്നത്. സോ എൻകാപ്സുലേറ്റിംഗ് ദ പേലോഡ് in a network layer packet at the source and decapsulating the payload from the network layer packet at the destination. Source സൈഡിൽ നെറ്റ്വർക്ക് ലെയർ പാക്കറ്റിലോട്ട് എൻകാപ്സുലേറ്റ് ചെയ്യാം. റിസീവർ സൈഡിൽ എത്തുമ്പോൾ ഈ പാക്കറ്റിൽ നിന്ന് ഡീകാപ്സുലേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കുക? അപ്പർ ലെയറിലോട്ട് കൊടുക്കുക. സോ ഇതന്നെയാണ് പാക്കറ്റൈസിംഗ് എന്ന് പറയാം. പാക്കറ്റൈസിംഗ് ആണ് നെറ്റ്വർക്ക് ലെയറിന്റെ ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇങ്ങനെ പാക്കറ്റൈസ് ചെയ്യുമ്പോൾ അപ്പർ ലെയറിൽ നിന്ന് കൊടുക്കുന്ന ഡേറ്റയിൽ അല്ലെങ്കിൽ പേലോഡിൽ ഒരു ചേഞ്ചും വരുത്താൻ പാടില്ല. പക്ഷെ ഡേറ്റയുടെ കൂടെ ആരെ കൂടി അറ്റാച്ച് ചെയ്യും? ഹെഡർ കൂടി അറ്റാച്ച് ചെയ്യും. ആ ഹെഡറിലാണ് എന്തൊക്കെയുള്ളത്? സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ബാക്കി അതർ ഇൻഫോർമേഷൻ എല്ലാം എവിടെയാണുള്ളത്? ആ ഹെഡർ സൈഡിലാണുള്ളത്.
സോ ഒറിജിനൽ ഡേറ്റയിൽ ഒരു ചേഞ്ച് വരുത്തുന്നില്ല, ആ ഡേറ്റയുടെ കൂടെ എന്തും കൂടെ അറ്റാച്ച് ചെയ്യുന്നു, ഒരു ഹെഡർ പോർഷനും കൂടി അറ്റാച്ച് ചെയ്താണ് എന്ത് ഫോം ചെയ്യുന്നത്, നെറ്റ്വർക്ക് ലെയർ പാക്കറ്റ് ഫോം ചെയ്യുന്നത്. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഈ പാക്കറ്റിന് നെറ്റ്വർക്ക് ലെയർ ഈ സെൻഡിങ് ഹോസ്റ്റിൽ നിന്ന് റിസീവിംഗ് ഹോസ്റ്റിൽ എത്തും. സോ ഇൻ ബിറ്റ്വീൻ ഒരുപാട് റൗട്ടേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ റൗട്ടേഴ്സ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പാക്കറ്റ്സിനെ ജസ്റ്റ് ഫോർവേഡ് ചെയ്താൽ മതി, ബാക്കി അല്ലാണ്ട് അതിൽ ചേഞ്ചസ് ഒന്നും വരുത്താൻ ആർക്ക് പറ്റില്ല, റൗട്ടേഴ്സിന് പറ്റില്ല. പക്ഷേ ചിലപ്പോൾ ഈ പാക്കറ്റ് സൈസ് കൂടുതലാണെങ്കിൽ റൗട്ടേഴ്സിൽ വെച്ചിട്ട് പാക്കറ്റ്സിനെ എന്ത് ചെയ്യാം, ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പാക്കറ്റ് സൈസ് കൂടുമ്പോൾ ഒരു പാക്കറ്റിൽ തന്നെ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സ് ആക്കുമ്പോൾ ആദ്യത്തെ പാക്കറ്റിൽ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ഹെഡർ അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാ ഫ്രാഗ്മെന്റ്സിലും അറ്റാച്ച് ചെയ്യണം. സോ ഡിവൈഡ് ചെയ്യുന്നതിന് മുന്നേ ഉണ്ടായിരുന്ന പാക്കറ്റിൽ ഉണ്ടായിരുന്ന ഹെഡർ, അതിലാണ് സോഴ്സ് അഡ്രസ്സും ഡെസ്റ്റിനേഷൻ അഡ്രസ്സും എല്ലാം ഉള്ളത്. അത് ആ പറയുന്ന ഡീറ്റെയിൽസ് ഹെഡർ പോർഷൻ അതുപോലെ എല്ലാ ഫ്രാഗ്മെന്റ്സിലും എന്ത് ചെയ്യണം, അറ്റാച്ച് ചെയ്യണം. സോ റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഹെഡറിൽ സോഴ്സും ഡെസ്റ്റിനേഷൻ അതുപോലെ തന്നെ ഫ്രാഗ്മെന്റ്സും ഫ്രാഗ്മെന്റ്സിന്റെ എല്ലാത്തിന്റെ സീക്വൻസ് നമ്പർ എല്ലാം ഉണ്ട്. സോ റിസീവർ സൈഡിൽ എത്തുമ്പോൾ റിസീവർ ഈ ഡിഫറെന്റ് ഫ്രാഗ്മെന്റ്സിനെ എല്ലാം റീ അസംബിൾ ചെയ്ത് എന്താക്കി മാറ്റണം, കറക്റ്റ് ഓർഡറിലാക്കി ഒറിജിനൽ പാക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം റിസീവർ സൈഡിൽ എത്തുമ്പോൾ. സോ ഒറിജിനൽ ഡേറ്റയിൽ ആരും ചേഞ്ച് വരുത്തുന്നില്ല, അപ്പർ ലെയറിൽ നിന്ന് കൊടുക്കുന്ന ഒറിജിനൽ ഡേറ്റയിൽ നെറ്റ്വർക്ക് ലെയർ ഒരു ചേഞ്ചും വരുത്തുന്നില്ല. ലോജിക്കൽ അഡ്രസ്സിംഗ് എന്ന് പറയുന്ന നെറ്റ്വർക്ക് ലെയറിന്റെ ഒരു സർവീസ് ആണ് ലോജിക്കൽ അഡ്രസ്സിംഗ്. സോ നെറ്റ്വർക്കിൽ വരുന്ന എല്ലാ ഡിവൈസസിനും ഒരു IP അഡ്രസ് അല്ലെങ്കിൽ ലോജിക്കൽ അഡ്രസ് പ്രൊവൈഡ് ചെയ്യും. IP അഡ്രസ് എന്ന് പറയുമ്പോൾ അതിൽ തന്നെ രണ്ട് പാർട്സ് കാണും, ഹോസ്റ്റ് ID പാർട്ടും ഉണ്ട്, നെറ്റ്വർക്ക് ID പാർട്ടും ഉണ്ട്. ഹോസ്റ്റ് ID പാർട്ട് എന്ന് പറയുന്നത് ആ ഡിവൈസിനെ ഐഡന്റിഫൈ ആയിട്ട് ഹോസ്റ്റ് ID യൂസ് ചെയ്യും. ഇനി ആ ഡിവൈസ് ഏത് നെറ്റ്വർക്കിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നത് ആ നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ആയിട്ട് ഏത് പാർട്ട് യൂസ് ചെയ്യും, നെറ്റ്വർക്ക് ID പാർട്ട് യൂസ് ചെയ്യും. സോ നെറ്റ്വർക്ക് ലെയർ ലോജിക്കൽ അഡ്രസ് അല്ലെങ്കിൽ IP അഡ്രസ് കൊടുക്കുന്നു. ആ IP അഡ്രസ്സിൽ തന്നെ ഹോസ്റ്റ് ID ഉണ്ട്, നെറ്റ്വർക്ക് ID ഉണ്ട്. ഹോസ്റ്റ് ID ഡിവൈസിനെ ഐഡന്റിഫൈ ആ ഡിവൈസ് എക്സിസ്റ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെ ഐഡന്റിഫൈ ആയിട്ട് ഒരു നെറ്റ്വർക്ക് ID പാർട്ടും ഉണ്ട്. അടുത്ത നെക്സ്റ്റ് മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നെറ്റ്വർക്ക് ലെയറിന്റെ മെയിൻ സർവീസ് എന്ന് പറയുന്നത് റൂട്ടിംഗ് ആൻഡ് ഫോർവേഡിംഗ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് ഡിഫറെന്റ് പാത്ത്സ് അവൈലബിൾ ആയിരിക്കും, സെൻഡർ ടു റിസീവർ എത്താനായിട്ട് ഇൻ ബിറ്റ്വീൻ ഡിഫറെന്റ് റൂട്ട്സ് അല്ലെങ്കിൽ പാത്ത്സ് അവൈലബിൾ ആയിരിക്കും. അതിൽ നിന്ന് ബെസ്റ്റ് പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ളതാണ് എന്ത്, റൂട്ടിംഗ്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ A to F എത്തണമെങ്കിൽ താണ്ട് ഇവിടെ ഡിഫറെന്റ് പാത്ത്സ് അവൈലബിൾ ആണ്, ഈ പാത്തിൽ കൂടെ വരാം, ഈ പാത്തിൽ കൂടെ വരാം, അല്ലെങ്കിൽ ഈ പാത്തിൽ കൂടെ വരാം, അങ്ങനെ ഡിഫറെന്റ് പാത്ത്സ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഏത് പാത്താണോ ബെസ്റ്റ് ആ പാത്ത് ഫോളോ ചെയ്യുക, ആ പാത്ത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇത് റൗട്ടിംഗ്. റൗട്ടിംഗ് ഇസ് ഫൈൻഡിങ് ദ ബെസ്റ്റ് പാത്ത് ടു എ പെർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ among the possible routes. നെക്സ്റ്റ് ഫോർവേഡിംഗ്. ഫോർവേഡിംഗ് എന്ന് പറയുമ്പോൾ റൂട്ടിംഗും ഫോർവേഡിംഗും തമ്മിലുള്ള ഡിഫറൻസ്. റൂട്ടിംഗ് എന്ന് പറയുന്നത് എൻറ്റയർ പ്രോസസ് ആണ്, അതായത് സെൻഡർ ടു റിസീവർ ബെസ്റ്റ് പാത്ത് കണ്ടുപിടിച്ച് സെൻഡറിൽ നിന്ന് ഡേറ്റ റിസീവറിൽ പാക്കറ്റ് കൊണ്ടെത്തിക്കുന്ന എൻറ്റയർ പ്രോസസ്സിനാണ് എന്തെന്ന് പറയുന്നത് റൂട്ടിംഗ് എന്ന് പറയുന്നത്. പക്ഷെ ഫോർവേഡിംഗ് എന്ന് പറയുന്നത് ഒരു റൗട്ടറിലുള്ള മാത്രമുള്ള കാര്യമാണ് എന്തെന്ന് പറയുന്നത് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡിഫറെന്റ് റൗട്ടേഴ്സ് പാസ് ചെയ്തിട്ടായിരിക്കും എവിടെ എത്തുക, ഫൈനലി ഡെസ്റ്റിനേഷനിൽ എത്താം. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ ഒരു റൗട്ടറിൽ ഒരു പാക്കറ്റ് വന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ആ പാക്കറ്റ് വന്നിട്ടുണ്ട്, ആ പാക്കറ്റ് വന്നിട്ട് ഈ റൗട്ടറിന്റെ ഏത് ഇന്റർഫേസിലാണ് വന്നിരിക്കുന്നത്, ഈ 1 എന്ന് കാണിച്ചിരിക്കുന്ന ഈ പോർട്ടിലാണ് പാക്കറ്റ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ 1 എന്ന് പറഞ്ഞ ഇന്റർഫേസ് അല്ലെങ്കിൽ പോർട്ടിൽ വന്ന പാക്കറ്റിനെ വേണമെങ്കിൽ 2 ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ 4 ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ റൂട്ടറിൽ ഡിഫറെന്റ് പോർട്സ് അവൈലബിൾ, ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്. അപ്പൊ ഇൻപുട്ട് പോർട്ടിൽ വന്നതിന് ഡിഫറെന്റ് ഔട്ട്പുട്ട് പോർട്സ് ഉണ്ട്. അപ്പൊ ഇതിൽ ഏതിലാണോ ഫോർവേഡ് ചെയ്യേണ്ടുള്ളതെന്ന് നോക്കുക. അപ്പൊ അതിനകത്ത് റൗട്ടറിൽ എന്തുണ്ടാവും, ഒരു ഫോർവേഡിംഗ് ടേബിൾ ഉണ്ടാവും. സോ ഫോർവേഡിംഗ് ടേബിളിൽ ഡെസ്റ്റിനേഷൻസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എയിലോട്ടാണ് ഉള്ള പാക്കറ്റ് ആണെങ്കിൽ ഏത് ഔട്ട്പുട്ട് ഇന്റർഫേസിൽ കൊടുക്കുക, 1 എന്ന് പറയുന്ന ഔട്ട്പുട്ട് ഇന്റർഫേസിൽ കൊടുക്കുക. ബിയിലോട്ട് പോകേണ്ട പാക്കറ്റ് ആണെങ്കിൽ ഏത് ഔട്ട്പുട്ട് പോർട്ടിൽ കൊടുക്കുക, 2 എന്ന ഔട്ട്പുട്ട് ഇന്റർഫേസിൽ കൊടുക്കുക. അപ്പൊ ഈ വന്ന പാക്കറ്റിന്റെ നോക്കുക, ഫോർവേഡിംഗ് വാല്യൂ എന്താണ്, ബി ആണ്. സോ ബിയിലോട്ടാണ് പോവേണ്ടതെങ്കിൽ ഏത് ഔട്ട്പുട്ട് ഇന്റർഫേസിലോട്ട് ഫോർവേഡ് ചെയ്യണം, 2 എന്ന ഔട്ട്പുട്ട് ഇന്റർഫേസിലോട്ട് ഫോർവേഡ് ചെയ്യണം. അപ്പൊ ഈ വന്ന പാക്കറ്റ് 1ൽ എൻ്റർ ചെയ്ത പാക്കറ്റിനെ എങ്ങോട്ട് ഫോർവേഡ് ചെയ്യുന്നു, 3ക്ക് 4 ഫോർവേഡ് ചെയ്യുന്നില്ല, ഈ ഫോർവേഡിംഗ് ടേബിൾ നോക്കിയിട്ട് 2ലോട്ട് ഫോർവേഡ് ചെയ്യുന്നു. അപ്പൊ ഈ ഒരു
പെർട്ടിക്കുലർ റൗട്ടറിൽ മാത്രമുള്ള ആക്ഷനെയാണ് എന്തെന്ന് പറയുന്നത് ഫോർവേഡിംഗ് എന്ന് പറയാം. ഇതുപോലെ ഡിഫറെന്റ് റൗട്ടേഴ്സ് അവൈലബിൾ ആയിരിക്കും ബിറ്റ്വീൻ സെൻഡർ ആൻഡ് റിസീവർ. അങ്ങനെ സെൻഡറിനും റിസീവറിനും ഇടയ്ക്കുള്ള ബെസ്റ്റ് പാത്ത് കണ്ടുപിടിക്കുന്ന എൻറ്റയർ പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് റൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇനി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റൗട്ടറിൽ മാത്രമുള്ള കാര്യത്തിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫോർവേഡിംഗ് എന്ന് പറയുന്നത്. ഫോർവേഡിംഗ് ആൻ ആക്ഷൻ അപ്ലൈഡ് ബൈ ഈച്ച് റൗട്ടർ when a packet arrives one of its interfaces. So data communication switching techniques രണ്ട് broad categories ആയിട്ട് divide ചെയ്തിട്ടുണ്ട്. Circuit switching and packet switching. Network layer ഏത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്? Packet switching മാത്രമാണ് എവിടെ യൂസ് ചെയ്യുന്നത്? Network layer യൂസ് ചെയ്യുന്നത്. കാര്യം network layer എന്ന് പറയുന്നത് യൂണിറ്റ് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് ഏതാണ്? പാക്കറ്റ് ആണ്. അപ്പർ ലെയർ നെറ്റ്വർക്ക് ലെയറിന് മെസ്സേജിനെ കൊടുക്കും. ആ മെസ്സേജിന് നെറ്റ്വർക്ക് ലെയർ എന്തായിട്ട് ഡിവൈഡ് ചെയ്യും? ഡിഫറെന്റ് മാനേജബിൾ പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പർ ലെയർ കൊടുത്ത മെസ്സേജിന് നെറ്റ്വർക്ക് ലെയർ ഡിഫറെന്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. എന്നിട്ട് ഓരോ പാക്കറ്റിനെയും നെറ്റ്വർക്കിലോട്ട് എന്ത് ചെയ്യും? സെൻഡ് ചെയ്യും. അപ്പോൾ സോഴ്സ് പാക്കറ്റ്സിന് 1 by 1 ആയിട്ട് നെറ്റ്വർക്കിലോട്ട് സെൻഡ് ചെയ്യും. ഡെസ്റ്റിനേഷൻ ഈ പറയുന്ന പാക്കറ്റ്സിന് 1 by 1 ആയിട്ട് എന്ത് ചെയ്യും? റിസീവ് ചെയ്യും. ഡെസ്റ്റിനേഷൻ എപ്പോഴും സെയിം മെസ്സേജിന്റെ എല്ലാ പാക്കറ്റ്സും അറൈവ് ചെയ്യുന്നത് വരെ ഡെസ്റ്റിനേഷൻ വെയിറ്റ് ചെയ്യും. എല്ലാ പാക്കറ്റ്സും അറൈവ് ചെയ്ത് കഴിയുമ്പോൾ ഈ പാക്കറ്റ്സിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് മെസ്സേജ് ആക്കി ആർക്ക് ഫോർവേഡ് കൊടുക്കും? അപ്പർ ലെയറിന് ഡെലിവർ ചെയ്യും. ഇൻ ബിറ്റ്വീനിലുള്ള കണക്റ്റിംഗ് ഡിവൈസസ്, അതായത് ഇൻ ബിറ്റ്വീൻ ഉള്ള നെറ്റ്വർക്ക് പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലുള്ള കണക്റ്റിംഗ് ഡിവൈസസിന് ഡിസൈഡ് ചെയ്യാം എങ്ങനെ ഈ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യണം. ഫൈനൽ ഡെസ്റ്റിനേഷനിലോട്ട് ഏത് രീതിയിൽ ഈ പാക്കറ്റ്സിനെ റൂട്ട് ചെയ്യണം എന്നുള്ളത് എവിടെ ഡിസൈഡ് ചെയ്യുന്നു? പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലുള്ള കണക്റ്റിംഗ് ഡിവൈസസിന് ഡിസൈഡ് ചെയ്യാം. ഇതിൽ രണ്ട് അപ്രോച്ചസ് ആണ് വരുന്നത്. പാക്കറ്റ് സ്വിച്ചിങ്ങിൽ തന്നെ രണ്ട് അപ്രോച്ചസ് വരുന്നുണ്ട്. ഡേറ്റാഗ്രാം അപ്രോച്ചും വരുന്നുണ്ട്, വെർച്വൽ സർക്യൂട്ട് അപ്രോച്ചും വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഡേറ്റാഗ്രാം അപ്രോച്ച്. ഡേറ്റാഗ്രാം അപ്രോച്ച് എന്ന് പറയുന്ന ഒരു കണക്ഷൻലെസ് സർവീസ് ആണ്. അതായത് ഇവിടെ നോക്കിയാൽ സെൻഡിങ് സൈഡിൽ നെറ്റ്വർക്ക് ലെയർ അപ്പർ ലെയറിൽ നിന്ന് തന്ന മെസ്സേജിനെ ഡിഫറെന്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇത് ഇവിടെ 4 പാക്കറ്റ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡേറ്റാഗ്രാം അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇവിടെ ഓരോ പാക്കറ്റിനെയും ഈ നെറ്റ്വർക്ക് ഇൻഡിപെൻഡന്റ്ലി ആണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ പാക്കറ്റിനെയും ഡിഫറെന്റ് പാക്കറ്റ്സ് തമ്മിൽ വരെ റിലേഷൻ ഒന്നുമില്ല. ഓരോ പാക്കറ്റിനെയും അത് ഇൻഡിപെൻഡന്റ്ലി കൺസിഡർ ചെയ്യുന്നു. അതായത് ഓരോ പാക്കറ്റും എടുക്കും, അതിന്റെ ഡെസ്റ്റിനേഷൻ നോക്കും, അതിനനുസരിച്ച് അത് എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. അല്ലാണ്ട് എല്ലാ പാക്കറ്റ്സും ഒരേ പാത്ത് തന്നെ ഫോളോ ചെയ്ത് എവിടെ എത്തണം എന്നില്ല, റിസീവർ സൈഡിൽ എത്തണം എന്നില്ല. ഏതിന്റെ കേസിൽ? ഡേറ്റാഗ്രാം അപ്രോച്ചിൽ. അപ്പൊ ഇവിടുത്തെ കേസിലാണെങ്കിൽ 1 2 3 4 4 പാക്കറ്റ്സ് ഉണ്ട്. അപ്പൊ 2 ഫോളോ ചെയ്യുന്ന പാത്ത് ഇതാണ് ഡെസ്റ്റിനേഷനിൽ എത്താൻ, 1 ഫോളോ ചെയ്യുന്ന പാത്ത് ഇതാണ്, 3 ഫോളോ ചെയ്യുന്ന പാത്ത് ഇതാണ്, 4 ഫോളോ ചെയ്യുന്ന പാത്ത് ഇതാണ്. അപ്പൊ നെറ്റ്വർക്ക് ഓരോ പാക്കറ്റിനെ ഇൻഡിപെൻഡന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓരോ പാക്കറ്റ് ഫോളോ ചെയ്യുന്നത് ഡിഫറെന്റ് പാത്ത്സ് ആയിരിക്കാം എവിടെ എത്താൻ? റിസീവറിൽ എത്താൻ. സോ റിസീവറിൽ ഈ പാക്കറ്റ്സ് എല്ലാം എന്തായിട്ട് വരാം? ഔട്ട് ഓഫ് ഓർഡർ ആയിട്ട് വരാം. ലാസ്റ്റ് ഫൈനലി കറക്റ്റ് ഓർഡർ ആക്കി അസംബിൾ ചെയ്തിട്ട് വേണം നെറ്റ്വർക്ക് ലെയർ ആർക്ക് കൊടുക്കാൻ? അപ്പർ ലെയറിന് കൊടുക്കാൻ. സോ ഇതിനാണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റാഗ്രാം അപ്രോച്ച് അല്ലെങ്കിൽ കണക്ഷൻലെസ് സർവീസ് എന്ന് പറയുന്നത്. സോ കണക്ഷൻലെസ് നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഡേറ്റാഗ്രാം അപ്രോച്ചിൽ റൗട്ടറിന് വരുന്ന ഓരോ പാക്കറ്റിനെ അതിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആ ഒരേ മെസ്സേജിന്റെ തന്നെ ഡിഫറെന്റ് പാക്കറ്റ്സ് ഡിഫറെന്റ് പാത്ത് ഫോളോ ചെയ്തിട്ടായിരിക്കും ഇവിടെ എത്തുക, ഡെസ്റ്റിനേഷനിൽ എത്തുക. അപ്പൊ റൗട്ടർ എന്ത് മാത്രം നോക്കും? വരുന്ന പാക്കറ്റിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാത്രം നോക്കും. ആ ഡെസ്റ്റിനേഷൻ അഡ്രസ്സിനനുസരിച്ച് ഫോർവേഡിംഗ് ടേബിൾ നോക്കിയിട്ട് എന്ത് ചെയ്യും? ഫോർവേഡ് ചെയ്യും. സോ ഫോർവേഡ് ചെയ്യാൻ എന്ത് മാത്രം കൺസിഡർ ചെയ്താൽ മതി? വരുന്ന പാക്കറ്റിന്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഏതിന്റെ കേസിൽ? ഡേറ്റാഗ്രാം അപ്രോച്ച് അല്ലെങ്കിൽ കണക്ഷൻലെസ് നെറ്റ്വർക്കിൽ. നെക്സ്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത് വെർച്വൽ സർക്യൂട്ട് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ കണക്ഷൻ ഓറിയന്റഡ് സർവീസ് എന്ന് പറയാം. ഇവിടെയും അപ്പർ ലെയർ കൊടുക്കുന്ന മെസ്സേജിനെ നെറ്റ്വർക്ക് ലെയർ ഡിഫറെന്റ് പാക്കറ്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഇനി ഈ പാക്കറ്റ്സിനെ എങ്ങോട്ട് കൊടുക്കുകയാണ്? പാക്കറ്റ് സ്വിച്ച്ഡ് നെറ്റ്വർക്കിലോട്ട് കൊടുക്കുന്നു. പക്ഷെ ഇവിടുത്തെ യൂസ് ചെയ്യുന്ന അപ്രോച്ച് ഏതാണ്? വെർച്വൽ സർക്യൂട്ട് അല്ലെങ്കിൽ കണക്ഷൻ ഓറിയന്റഡ് അപ്രോച്ച് ആണ് ചെയ്യുന്നത്. സോ ഇവിടെ സെയിം മെസ്സേജിന്റെ എല്ലാ പാക്കറ്റ്സും സെയിം പാത്ത് ഫോളോ ചെയ്താണ് എവിടെ എത്തുന്നത്? റിസീവർ സൈഡിൽ എത്തുന്നത്. ഇവിടെ ആണെങ്കിൽ 1 2 3 4 എല്ലാ പാക്കറ്റ്സും R1 R3 R4 ഈ പാത്ത് തന്നെ ഫോളോ ചെയ്ത് സെയിം ഓർഡേർഡ് ആയിട്ട് എവിടെ എത്താണ്? റിസീവർ സൈഡിൽ എത്താണ്. അപ്പൊ ഇവിടെ നേരത്തെയുള്ള ഡേറ്റാഗ്രാം അപ്രോച്ച് പോലെ റൗട്ടറിന് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് മാത്രം പോരാ, എന്തുകൂടെ വേണം? ഏത് പാത്താണോ ഫോളോ ചെയ്യേണ്ടത് ആ പാത്തിന്റെ ഒരു ഐഡന്റിഫയർ കൂടെ വേണം. അപ്പം വെർച്വൽ സർക്യൂട്ട് പാത്ത്, ആ പാത്തിന്റെ ഐഡന്റിഫയർ ആയിട്ട് ഒരു ലേബൽ കൂടി ഉണ്ടാവണം ഇതില് പാക്കറ്റ്സിൽ. അപ്പോൾ ഈ ലേബലും ഈ പറയുന്ന വെർച്വൽ സർക്യൂട്ട് ഏതാണോ വെർച്വൽ സർക്യൂട്ട് അതിന് ഐഡന്റിഫൈ ആയിട്ട് ഒരു ലേബലും പ്ലസ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് ഇവിടെ റൗട്ടേഴ്സ് എന്ത് ചെയ്യുന്നത്?
പാക്കറ്റ്സിന് ഫോർവേഡ് ചെയ്യുന്നത്.